ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ തയ്യാറാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ചിട്ടുള്ള പാൽ കൊഴുക്കട്ടയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഈ പാൽ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ലൈറ്റ് ആയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. 150 ഗ്രാം ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയുടെ കളറും മണവും ഒന്നും മാറേണ്ട ആവശ്യമില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം ഗോതമ്പ് പൊടി ചൂടാക്കി എടുത്താൽ മതിയാകൂട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഗോതമ്പ് പൊടി ഈ ചൂടായ പാനിൽ തന്നെ ഇനി വെക്കരുത്, ഓവറായിട്ട് റോസ്റ്റായി പോകും. ചൂടാക്കിയെടുത്ത ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകൂട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിന്റെ അളവ് കൂടി പോകരുത്, അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഓയിൽ പുരട്ടി കൊടുക്കാം. അതിനുശേഷം മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം. ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഈ ബോൾസ് നമ്മൾ ഇനി കുക്ക് ചെയ്യും, അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആയിട്ട് ഈ മാവ് മുഴുവനും നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ മാവെല്ലാം ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുട്ടിയെടുത്ത ബോൾസ് കുക്ക് ചെയ്തെടുക്കണം. ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് നാളികേരത്തിന്റെ 2ാം പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ 2 കപ്പ് 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 2ാം പാല് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മുറി നാളികേരം ചിരകിയെടുത്തതിന്റെ പാലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പാല് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് പാലിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ പാൽ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, നമ്മുടെ ഗോതമ്പ് ബോൾസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ നാളികേര പാലിൽ കിടന്ന് നമ്മുടെ ഗോതമ്പ് ബോൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരണം. നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ ഗോതമ്പ് ബോൾസ് എല്ലാം നമുക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6-7 മിനിറ്റൊക്കെ മതിയാകും. നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ബോൾസിന്റെ സൈസ് അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാട്ടോ. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ ബോൾസ് ഇവിടെ കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നമ്മുടെ മധുരത്തിന് അനുസരിച്ചുള്ള അളവിൽ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ശർക്കര പാനി അരിച്ചെടുക്കണം. ഇപ്പോൾ നാളികേര പാല് നന്നായിട്ട് കുറുകി ഗോതമ്പ് ബോൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് ബോൾസ് നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാവൂ. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഗോതമ്പ് ബോൾസ് കുക്കാവില്ല. ഇനി ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് ഈ ഗോതമ്പ് ബോൾസ് എല്ലാം തിളച്ച് വരണം. അപ്പോഴേക്കും ഈ ബോൾസിലെല്ലാം ശർക്കരപ്പാനി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. നാളികേരപ്പാലും ശർക്കരപ്പാനിയും ചേർന്ന് വന്നിട്ടുള്ള ആ ഒരു ഗ്രേവിയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാകും. ഇനി ഇതിവിടെ 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ തിളച്ച് വരട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഗോതമ്പ് ബോൾസിലെല്ലാം നന്നായിട്ട് ശർക്കരപ്പാനി പിടിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ആ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 ഏലക്ക പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഏലക്കാപ്പൊടി ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരത്തിന്റെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. നമ്മുടെ ഈ ശർക്കര പാൽ കൊഴുക്കട്ട ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.